ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഹാർഡ് കോർ സീരീസിൻ്റെ 3rd എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേൾഡ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. എക്സ്പ്ലോറേഷൻ്റെ മെയിൻ ഗോൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രൂസ് ലോഗ് വേണം, പിന്നെ പറ്റുകയാണെങ്കിൽ വില്ലേജും കണ്ടുപിടിക്കണം. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ 3rd വീഡിയോ ആണത്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, ഇത് നമുക്ക് കഴിഞ്ഞ വീഡിയോ കിട്ടിയ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു 1000 നന്ദി ഗൈസ്. ഈ സപ്പോർട്ട് ഇനിയും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. പിന്നെ ഈ ഇൻട്രോ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിൽ സ്പ്രൂസിൻ്റെ മരം വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. സോ ഗൈസ്, അങ്ങനെ നമുക്ക് വേണ്ട റിസോഴ്സ് എല്ലാം നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോണ്, ടൂൾസ്, ഒരു ബോട്ട്, വാട്ടർ ബക്കറ്റ്, വേണ്ടത്ര ഫുഡ്, പിന്നെ ബെഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിന്ന് എക്സ്പ്ലോറേഷന് പോകാൻ പോകണമാണ്. നമ്മളെന്ന് പറയുമ്പോൾ ഈ എപ്പിസോഡിൽ ആ ഡയറക്ഷനിലോട്ടുമാണ് പോണത്. ആ ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ വന്നത്, അതുകൊണ്ട് നമുക്ക് ആ സൈഡ് നോക്കണ്ട. നമ്മുടെ ഈ എക്സ്പ്ലോറേഷൻ്റെ മെയിൻ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രൂസ് വുഡ് കണ്ടുപിടിക്കണം. നമുക്ക് എൻ്റെ കുറേ ബിൽഡും ഞാൻ സ്പ്രൂസ് വുഡ് വെച്ചാണ് ചെയ്യാറ്. ഇവിടെ ഇങ്ങനെ സ്പ്രൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ വേറെ വില്ലേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് വെള്ളമാണ്, നമുക്ക് ബോട്ടിൽ പോകാൻ തൽക്കാലം. ഇപ്പം നമ്മൾ വല്ല ലാൻഡ് കാണുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ തുഴഞ്ഞ് കുറേ നേരമായിട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഒരു കുഞ്ഞ് ഐലൻഡ് കണ്ട് കഴിഞ്ഞ സൈഡിലൊരു ഷിപ്രക്കല്ലല്ലോ മറ്റേ സാധനം റോയിൻഡ് പോർട്ടലും കണ്ടിട്ടുണ്ട്. റോയിൻഡ് പോർട്ടൽ എനിക്ക് ഈ ഓഷ്യൻ്റെ ഡീലർ സ്പോണാണ് ഇറങ്ങുന്നത് ഇഷ്ടമല്ല ഗൈസ്. നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടിട്ടുണ്ടായി. ഇനി ഇവിടെ ഇപ്പോൾ ഒരു ലാൻഡ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് മറ്റേ ഇതല്ല, ടൈഗ ബയോമൊന്നുമല്ല ഗൈസ്. നമുക്കിനി ഇവിടെ കയറി നോക്കാം. അപ്പോൾ കുറേ ഷുഗർ കെയിനുണ്ട്, നമുക്കിത് അത് ആവശ്യമുണ്ട്. നമ്മുടെ ഷുഗർ കെയിൻ പിന്നെ നമ്മളിവിടെ പുറത്ത് ഇത്തിരി ദൂരത്തേക്ക് നട്ടേക്കണം. പോലത്തേന് നമ്മളവിടെ അധികം കളിക്കാറുമില്ല. കുറേയൊക്കെ മൈനിങ് ആയിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡ്. മൈനിങ്ങിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കണത്. ലാൻഡ് ഇവിടം വരെ ഉള്ളതെന്ന് തോന്നുന്നു, അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലേക്ക് പോകാനാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി വേറെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. സ്പ്രൂസ് കിട്ടിയ ഗൈസ്, കൈ അടിക്കും. ഡോൾഫിൻസ് നമ്മൾ കുറേ നേരം ഫോളോ ചെയ്യണമെന്ന് തോന്നണം. ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് കാണുന്നത്. നമുക്ക് എക്സ്പ്ലോറേഷൻ ഇറങ്ങിയ ആവശ്യം എന്തായാലും എന്താ പറയുക കണ്ണില്ലല്ലോ. സോ ഗൈസ്, നമ്മൾ എക്സ്പ്ലോറേഷൻ ഇറങ്ങിയത് എന്തായാലും നന്നായി. സൺസെറ്റ് ആകാൻ പോണെയാണ്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് 2-3 മരവും മുറിച്ച് കുറച്ച് സാപ്ലിങ്സും സെറ്റാക്കിയിട്ട് ഈ നൈറ്റ് ഇവിടെ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നൈറ്റ് ഇവിടെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ റീസ്പോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ചത്തതാ. ആ ഒരു ധൈര്യത്തിലാണ് ഡയമണ്ട് പിക്കാക്സ് ഒക്കെ കയ്യിലെടുത്തുകൊണ്ട് വന്നത്. ബോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇനി കുറച്ച് നേരം കൂടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ചില സമയത്ത് ഇങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് സ്ക്രീനിൽ ഇങ്ങനെ വിറയൽ പോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഗെയിമ് ലാഗ് അടിക്കണില്ല, പക്ഷേ ഈ സ്ക്രീൻ ചിലപ്പോൾ ഇങ്ങനെ കണ്ട നമ്മൾ ഓടിക്കൊണ്ട് ഇങ്ങനെ തിരിക്കാൻ നേരത്തെ സ്ക്രീൻ ഇങ്ങനെ വൈബ്രേറ്റ് ആവണ പോലെ വരും. പതുക്കെ തിരിക്കുമ്പോഴാണെങ്കിലും സ്പീഡിൽ തിരിക്കുമ്പോഴാണെങ്കിലും അതെന്താണെന്ന് എനിക്കൊന്ന് അറിയണം ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ലാഗിൻ്റെ ആണോ അല്ലെങ്കിൽ വേൾഡിൻ്റെ ലാഗാണോ അങ്ങനെ വല്ലതും. സോ ഗൈസ്, അങ്ങനെ ഈ ടൈഗ ബയോം ഇവിടെ തീർന്നു തോന്നുന്നു. ഞാൻ വന്നത് കാണിക്കാനില്ല. ഇത് കണ്ടില്ലേ ഗൈസ്, ഇവിടത്തെ 2 ബ്ലോക്ക് ഡയറക്റ്റ് ഞാൻ പൊട്ടിച്ചല്ല, ഈ മരം ഈ എയറിലേക്കാണ് ഇവിടെ. അപ്പം എങ്ങനെ സ്പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് റോക്ക് എഡിഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. പക്ഷെ എന്തായാലും കൊള്ളാം. ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും ഇതൊക്കെ കാരണമാണ് ബെഡ് റോക്ക് എഡിഷനിൽ ഞാൻ ഹാർഡ് കോർ തുടങ്ങാൻ എനിക്ക് ഇത്ര പേടി.
അത് മാത്രമല്ല, പോരാത്തതിന് നമ്മളും എപ്പോൾ ചത്തെന്ന് വെച്ചാൽ മതി. സോ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ ഒരു ലഷ് കേവ് കണ്ടിരിക്കുകയാണ്. നമുക്കതെന്തായാലും ഇപ്പോഴും ഇറങ്ങണ്ട, കുറച്ചും കൂടി ആർമറൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വല്ലതും ഇറങ്ങാം. നമുക്കതൊന്ന് കണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അത് കണ്ടുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മളും നേരത്തെ മരം മുറിച്ച് അവിടെ നിന്ന് സാപ്ലിങ് എടുക്കാൻ പറഞ്ഞു. നൈസായിട്ട് നമുക്ക് അവിടെ വല്ല സാപ്ലിങ് വേണം നോക്കണം. ഇവിടെ നിന്ന് എനിക്ക് ഒറ്റ സാപ്ലിങ് കിട്ടിയിട്ടുള്ളൂ. ഇനിയും 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി. സോ ഗൈസ്, അങ്ങനെ നമുക്ക് 4 സാപ്ലിങ് കിട്ടിയിട്ടുണ്ട് സ്പ്രൂസിൻ്റെ. നമുക്കിതെല്ലായാലും ഇനി ബേസിൽ കൊണ്ട് നട്ട് വെച്ചേക്കാം. സോ ഗൈസ്, ഇനി നമുക്ക് ബേസിലെത്തിയിട്ട് കാണാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ബേസിലെത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ സാപ്ലിങ് നട്ട് വെക്കണം എവിടെയെങ്കിലും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്റ്റോറേജ് കുറച്ച് ക്ലിയർ ആക്കണം. ഞാൻ കുറച്ച് അധികം ഫ്ലവേഴ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. പാത്ത് വേ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ വെച്ച് കുറേ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ബെഡ് ഒന്ന് പിങ്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 29 ഷുഗർ കെയിൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് അതും വെച്ച് കുറച്ച് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ കുറച്ച് മീറ്റും കിട്ടിയിട്ടുണ്ട്, അല്ലാണ്ട് വേറൊന്നുമില്ല. നമുക്ക് വേഗം അടുത്ത സൈഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാപ്ലിങ് നട്ടു വെക്കണം. സാപ്ലിങ് തൽക്കാലം ഞാൻ ഈ ബേസിന് ബാക്കിലായിട്ട് ഇവിടെ നടാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണത്. ഇപ്പോൾ വൃത്തിയുടെ ആവുമെന്ന് ചാൻസ് ഉണ്ട്, കാര്യം ഈ ഡെർട്ട് ഒരു കളർ മാറും. എൻ്റെ പേരെനിക്കറിയാൻ പാടില്ല, അത് ഒരു ശോകം കളറാണ്. തൽക്കാലം അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഫുഡ് ഇവിടെ പോയി കാണണം. നമുക്ക് ഒരു സിലിക്കടച്ച ഷവല് കിട്ടി മറ്റേ സോംബിനെ കൊന്ന നേരത്ത്. അത് ഞാൻ കിട്ടിയത് കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമുക്ക് വേറെ ഒരു 3 ബുക്ക് ഷെൽഫും കൂടി കിട്ടിയിട്ടുണ്ട്. നേരത്തെ കിട്ടിയ ഷുഗർ കെയിൻ അതൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. നമുക്ക് അതെന്തായാലും ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. 6 വെച്ചേക്കാം. അപ്പം നമ്മുടെ ലെവൽ 12 വരെ കിട്ടാറുണ്ട്. സാറില്ല, നമുക്ക് ഇനിയിപ്പോൾ അധികം ഈ സാധനം സെറ്റ് ചെയ്യാം. നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൺ സെറ്റിങ് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചന്ദ്രൻ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ കണ്ട അതൊരു പ്രത്യേകത. ഞാൻ ഇത് ബിൽഡ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് കിടക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ആ ജനല രണ്ടും കറക്റ്റ് അങ്ങനെ അലൈൻഡ് ആയിട്ടിരിക്കണേ. സോ ഗൈസിന് നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് പോയി നോക്കാം. നമുക്കൊരു മിനിമം ഒരു 500 ബ്ലോക്കെങ്കിലും ഓടണം. ഇത് 300 ആണെങ്കിൽ നമ്മുടെ 700 ബ്ലോക്ക് വരെ ഓടിയിട്ടൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരും. സോ നമ്മൾ നമ്മുടെ ബോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നമ്മുടെ യാത്ര തുടങ്ങാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ കുറേ തുഴഞ്ഞു വന്നപ്പോൾ അടുത്തൊരു കര കണ്ടിട്ടുണ്ട്. പിന്നെ ആ സൈഡായിട്ടൊരു സവാന എന്ന് തോന്നുന്നു. അതെ, സവാന ബയോമുണ്ട്. എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ലാത്തൊരു ബയോം കൂടിയാണത്. അതുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വേറൊരു കര കണ്ടിട്ടുണ്ട്. ഇവിടെ വില്ലേജ് ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഗൈസ്, വില്ലേജ് കിട്ടി. അങ്ങനെ നമ്മൾ വന്ന 2 കാര്യവും നടന്നിട്ടുണ്ട്. വില്ലേജ് കിട്ടി, സ്പ്രൂസ് വുഡും കിട്ടി. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ആ വില്ലേജിലേക്ക് നമ്മൾ വിടുകയാണ്. പിന്നെ തൊട്ട് ആ വില്ലേജ് നമ്മുടെയാണ്. നമ്മൾ പറയുന്നതായിരിക്കും ആ വില്ലേജ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് മറ്റേ ഈ സാധനം ഇതടിച്ചു മാറ്റാം. പിന്നെ നമ്മൾ വില്ലേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോളിസിയാണ്, കാണുമ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം മത്തിക്കൊള്ളണം, ഒന്നും ബാക്കി വെക്കാണ്ട് അടിച്ചു മാറ്റണം. നമ്മുടെ ഗോളണ്ണൻ എവിടെ ഉണ്ടായിരുന്നല്ല, കേക്കണേ ഗോളണ്ണ സുഖല്ലേ? പുള്ളിക്ക് സുഖമാണെന്ന്. ഈ മരം കൊള്ളാം നടുക്ക്. ഇവിടെ പെട്ടിയൊന്നും ഉണ്ടാവാറില്ലല്ലോ അല്ലേ? ഇല്ല, ജസ്റ്റ് ഒരു ഫാൻസി ഹൗസ് ആണ്. പണ്ട് വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആ വീട്ടിൽ കയറി കിടക്കും, ആ വീട് എന്റെയെന്ന് പറഞ്ഞിട്ട്.
ബുക്ക് ഷെൽഫ് കിട്ടി, ഒട്ടിച്ചെടുക്കാം. ഇതിന്റെ പേരെന്തായിരുന്നു? ലൈബ്രറിന് കൊടുക്കുന്ന സാധനമാണ്. ലെക്ചർ. അയ്യോ, എടുക്ക്. കിട്ടി. അതെന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിടക്ക് നന്നായി എന്തായാലും ഇങ്ങോട്ട് വന്നത്. ഇവിടെ ബ്ലാക്ക് സ്മിത്തിന്റെ വീടില്ല എന്ന് തോന്നണ ഗൈസ്. ഇത് പഞ്ചായത്ത് സമ്മേളനം എന്ന് തോന്നുന്നു. എല്ലാരും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട്. വീട്ടിലൊന്നുമില്ല. ഇവിടെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്, ഒന്നുമില്ല. പക്ഷെ എന്ത് ശോകം പിടിച്ച വില്ലേജ് ആണ് ഗൈസ്. എന്തായാലും ഇവിടെ കുറെ ഹൈവേലുണ്ട്. ഫുഡിനുള്ള കാര്യം സെറ്റായി. വീട് കയറിയതാണ്. അയൻകുളത്തിന് നമുക്ക് തൽക്കാലം വെറുതെ വിടാം ഗൈസ്. കാര്യം ബേസിൽ കുറെ അയനുണ്ട്. ഷീൽഡ് ഒന്ന് വൈപ്പിച്ചേക്കാം. കണ്ടം വഴി കൂടി ഉണ്ടാ. ഇവിടെ പൂട്ടിയതല്ലേ? അല്ല, ഇവിടെ വില്ലേജറല്ല. നമുക്കെന്തായാലും ഇനി ഇവിടെ കിടക്കാം. ഡൈച്ചിലെടുത്ത് തിരിച്ച് ബേസിലേക്ക് പോവാം. റീസ്പോൺ സെറ്റ് ഉണ്ട് ഹാർഡ് കോറിൽ. ഏതാ കണ്ടില്ലേ? റീസ്പോൺ ഉണ്ടെങ്കിലല്ലേ സെറ്റായിട്ട് കാര്യമുള്ളൂ. നമുക്ക് ഈ പൊട്ടറ്റോസ് ആവശ്യമുണ്ട്. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി വീക്ക്നെസ് ആണേ. പൊട്ടറ്റോ ഇസ് മൈ സീക്രട്ട് ഓഫ് എനർജി. അല്ല, പൊട്ടറ്റോ ഇസ് സീക്രട്ട് ഓഫ് മൈ എനർജി. അങ്ങനെയല്ലേ ഗൈസ്? അങ്ങനെയാന്ന് തോന്നുന്നു. എന്റെ മച്ചാൻ എടുക്കുന്നുണ്ടെന്നൊരു ഡൗട്ടില്ലാണ്ടില്ല. ഞാൻ പൊട്ടിക്കണ സാധനം ഇത്ര നാളും കൃഷി ചെയ്ത് എനിക്ക് വേണ്ടിയാ. എന്റെ വില്ലേജ് ഞാൻ പറയണ കേട്ടാ മതി. ഇവിടല്ല. അയൺകുളം കണ്ടില്ല ഗൈസ്, മണ്ടൻ. അതും എടുത്തേക്കാം. നമുക്ക് ഈ ബീച്ചും എടുത്തേക്കാം. ക്യാരറ്റ് നമുക്ക് വലിയ ഇതില്ലാത്ത സാധനമാണ്. ഹേബേല് നമുക്ക് എന്തായാലും ഇനി പിന്നെ എപ്പോഴേലും വന്ന് കളക്ട് ചെയ്യാം. ഞാൻ അതും കൂടി പൊട്ടിച്ചെടുക്കാൻ മടിയാണ്. നമുക്കിനി എന്തായാലും ബേസിലേക്ക് വിടാം. സോ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ബേസിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സാധനങ്ങൾ ഇവിടെ വെച്ചേക്കാം. കിട്ടിയ സാധനങ്ങൾ അപ്പൊ നമുക്ക് കുറച്ച് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കണം. ഒരു ബുക്ക് ഷെൽഫിനും കൂടി ഉള്ളതുണ്ട്. 4 ബുക്ക് ഷെൽഫായി. ലെവൽ 13 എൻചാൻമെന്റ് ആവുമെന്ന് ഇപ്പൊ നോക്കാം. ഒരെണ്ണത്തിനും കൂടി കുറവുണ്ട്. ലെവൽ 20 എൻചാൻമെന്റ്. നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബേസിലും കുറച്ച് ലീവ്സ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായി. ഇവിടെ ഒരു പാത്തും സെറ്റാക്കിയിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ലീഫ് സെറ്റ് ചെയ്തപോലെ ഫ്രണ്ടിൽ നിന്ന് മാത്രം കുറച്ച് ലീഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
വെറുതെ വൃത്തികേടാവുമോ എന്ന് എനിക്കറിയില്ല. സോ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അടുത്ത എപ്പോഴെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. കാര്യം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ 3rd വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ 2nd വീഡിയോ കൊണ്ട് തന്നെ 52 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.